ഇന്ന് ഞാനൊരു കുക്കർ മത്തിയാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള മീൻ നന്നായി കഴുകി വാരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരിത്തിരി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഇഞ്ചിയും കാന്താരിമുളകും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ച് ഇതിൻ്റെ കൂടെ നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നേരം ഇങ്ങനെ വച്ചേക്കുക. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഇതിന് വേണ്ടിയുള്ള പുളി വാളംപുളിയാട്ടോ വേണ്ടത്. അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി അത് നന്നായി അലമ്പിയെടുക്കുക. എന്നിട്ട് കുക്കറൊന്ന് തുടച്ചെടുക്കണം കേട്ടോ, വെള്ളമില്ലാതെ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 തണ്ട് കറിവേപ്പില വയ്ക്കുക. അതിലേക്ക് നമ്മളുടെ മീൻ ഓരോന്നായിട്ടെടുത്ത് ലെയറായിട്ട് വയ്ക്കുക. നമ്മൾ എടുത്തു വെച്ച പുളി അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് കുക്കർ അടച്ച് അതിലൊരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് 2 വിസിൽ വരാൻ പാകത്തിന് ഓൺ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കുക്കർ മത്തി റെഡി ആയിട്ടോ. നമ്മളൊരു മീൻ വറുക്കണ താമസമേ ഇതിന് വരുന്നുള്ളൂ. പെട്ടെന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാനില്ല. ഞാൻ വാളംപുളിയാണ് ഉപയോഗിച്ചത്. 2 പ്രാവശ്യം ഉണ്ടാക്കി. പക്ഷേ ഒന്ന് കുടംപുളി ഇട്ടുണ്ടാക്കി. അതിലെനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് വാളംപുളി ഉപയോഗിച്ചപ്പോഴാട്ടോ. വൈകുന്നേരം കപ്പയ്ക്കും ചോറിനും ഒക്കെ ഈ കറി നല്ലതാട്ടോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.